അപ്പോൾ വെൽക്കം ടു ജയകുമാർസ് ഹോം ടൂർ. ഇവിടെ വന്ന ആര് കണ്ടാലും ഒരു നേരമെങ്കിലും അവിടെ നോക്കി നിൽക്കും. വേണമെങ്കിൽ രണ്ടെണ്ണം വറുത്ത് തരാം. ചേട്ടൻ ഓടിക്കാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് മീൻ വാങ്ങിക്കാനോ എന്തെങ്കിലും സാധനങ്ങളും ഇതൊക്കെ സാധനമൊക്കെ വേറെ നടക്കുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും അതേപടി ഞാൻ ഒരു കേടും പറ്റാതെ സൂക്ഷിച്ചു. ഇത് വയറ് കുറയാൻ വേണ്ടി വാങ്ങിച്ചൊരു സാധനമായിരുന്നു. അതവിടെ ഇരിക്കുന്നു, എൻ്റെ വയറ് നേരിയ മഴയും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഒരു ഫുള്ളെടുക്കണം. ഏറ്റവും കൂടുതൽ മദ്യം വിൽപ്പനയാകുന്നുണ്ട്. അതിങ്ങനെ ചാലക്കുടിയും കരുനാഗപ്പള്ളിയും തമ്മിലുള്ള മത്സരമാണ്. പക്ഷെ കരുനാഗപ്പള്ളിക്കാർ കഴിക്കാറില്ല. കരുനാഗപ്പള്ളിയിൽ ഇറങ്ങി അന്യദേശക്കാർ ഇത് വാങ്ങിച്ചുകൊണ്ട് പോവാ. അങ്ങനെയാണ് ഈ കച്ചവടം കരുനാഗപ്പള്ളി കൂടുന്നത്. അത് 150 വർഷത്തിനും 150 മുകളിൽ വരുന്ന കട്ടില. ഇത് ആരുടെയാ? അതെന്റെ പെണ്ണുപിള്ളയുടെ മാക്സിയാണ്. അതിനകത്ത് പൊടി കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് അവളുടെ പഴയ ഒരു മാക്സി അതിനകത്ത് ഇട്ടതേ ഉള്ളൂ. അത് ഒരു പുരാവസ്തുവല്ല. ഈ കാണുന്നതാണ് എൻ്റെ എയർപോർട്ട്. ഇവിടുന്നാണ് ഞാൻ ഹെലികോപ്റ്ററിലൊക്കെ കയറി. ഹെലിപ്പാഡാണ് ഞാൻ. അതാണ്ട് നമ്മുടെ പുഷ്പരായനാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എള്ളു വിതച്ചുകൊണ്ടിരിക്കുക. കരുനാഗപ്പള്ളിയിൽ മാത്രം ലഭിക്കുന്ന അയിലയുണ്ട്. പപ്പടം നമുക്ക് വറക്കാമല്ലോ. ഞാനിപ്പോൾ ഉള്ളത് തട്ടിമുട്ടിയിലെ ജയകുമാർ ചേട്ടന്റെ വീട്ടിലാണ്. അപ്പോൾ വെൽക്കം ടു ജയകുമാർസ് ഹോം ടൂർ. ചേട്ടാ, വീട്ടിൽ ഞങ്ങൾ വരുമ്പോ തന്നെ ഭയങ്കര പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്ന ഒരു വീട്. സത്യത്തിൽ ചേട്ടന്റെ അധ്വാനാണോ അതോ ആരുടെ അധ്വാനാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വീട് വെച്ചത്? അല്ല, ഇത് സ്ഥലം പാരമ്പര്യമായിട്ട് കിട്ടിയതാണ്. വീട് ഞാൻ വെച്ചതാണ്. ഇവിടെ പഴയ വീട് ഉണ്ടായിരുന്നു. അത് പിന്നീട് പൊളിച്ചിട്ട് ഒരു 21 വർഷം മുമ്പ്. 2004 ഈ ലിവിംഗ് റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. ഇതാണ് നമ്മുടെ ലിവിംഗ് റൂം. നമ്മളെ ലിവിംഗ് റൂമിൽ പൊതുവേ ഒരു വീട്ടിലേക്ക് കയറി വരുന്നതിനെക്കാട്ടും കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ് ഇവിടെ. പൊതുവേ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് പൊതുവെ ഈ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത്. ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ വീട് വെക്കുന്ന സമയത്ത് പ്ലാൻ ആരുടെ ഐഡിയ ആയിരുന്നു? പ്ലാന് എൻ്റെ അളിയൻ്റെ, എൻ്റെ പെങ്ങളുടെ ഭർത്താവിൻ്റെ ആയിരുന്നു. അദ്ദേഹം മദ്രാസ് IIT പ്രൊഫസറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. റിട്ടയർ ചെയ്ത ശേഷം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പ്ലാനിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അത് വരുമ്പോൾ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ള അവാർഡ്സുകളൊക്കെ കാണാൻ പറ്റും. ഇതല്ലാതെ ഇത് കൂടുതൽ ഉണ്ടാവുമല്ലോ. ഇത് കൂടുതലുണ്ട്. ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാ? ചേട്ടൻ്റെ പ്രിയപ്പെട്ടത് ഏതാ? എല്ലാ അവാർഡുകളും പ്രിയപ്പെട്ടതാണ് തീർച്ചയായിട്ടും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അറിയപ്പെടുന്ന അവാർഡ് വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ 3 വർഷങ്ങളിൽ 2015, 16, 17 3 വർഷങ്ങളിൽ എനിക്ക് അവർ ഏഷ്യാനെറ്റ് മിനി സ്ക്രീൻ അവാർഡ് തന്നു. 2015 സ്പെഷ്യൽ ജൂറി അവാർഡ് തന്നു. പിന്നെ 16 എനിക്ക് ബെസ്റ്റ് കൊമേഡിയൻ അവാർഡ് ഏഷ്യാനെറ്റ് തന്നു. പിന്നെ 2017 എനിക്ക് അവർ ബെസ്റ്റ് ആക്ടർ അവാർഡ് തന്നു. അങ്ങനെ 3 വർഷം അടുപ്പിച്ച്. അപ്പോൾ അന്ന് ഞാൻ ഏഷ്യാനെറ്റ് സീരിയലുകൾ ചെയ്തുകൊണ്ടിരുന്നത്. കറുത്ത മുത്ത് എന്ന് പറഞ്ഞ സീരിയല് 5 സ്റ്റാർ തട്ടുകട. അതൊരു കോമഡി ആയിരുന്നു. കറുത്ത മുത്തിനകത്തൊരു നെഗറ്റീവ് ഉള്ള ഇതായിരുന്നു. അതും ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. പിന്നെ ഫിലിമായിരുന്നു. ജൂഡ് ആന്റണി സാറിന്റെ. അതിന്റെ ഒരു ഓർമ്മ പറയൂ. അത് വളരെ രസകരമായ ഒരു അനുഭവങ്ങൾ തന്നെയാണ്.
അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫംഗ്ഷൻ, അവരുടെ തന്നെ ഫംഗ്ഷൻ പടം റിലീസ് ചെയ്ത ശേഷം ഉണ്ടായിരുന്നു. ഓസ്കാർ അവാർഡിന് സെലക്ഷൻ ആയിരുന്നു. അപ്പോൾ അന്നത്തെ ഫംഗ്ഷന് നമുക്ക് തന്ന കാര്യങ്ങളാണ്. ഇവിടെ ഫാമിലി ഫോട്ടോ ഉണ്ട് ആൻഡ് ഭയങ്കര രസമുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ. മക്കളിപ്പോ എവിടെയാ, നാട്ടിലുണ്ടോ? എനിക്കൊരു മകനും മകളുമാണ്. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞു. രണ്ടുപേരും വിദേശത്താണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഇത് അവാർഡ് അല്ലല്ല, ഇത് അവാർഡൊന്നുമില്ല. ഇത് എൻ്റെ ഒരു ബന്ധു മീന എന്ന് പറയും. അവർ ഇംഗ്ലണ്ടിൽ പോയിട്ട് വന്നപ്പോഴേ അവരുടെ മകള് ഇംഗ്ലണ്ടിലാണ്, അവരെനിക്ക് കൊണ്ടുവന്ന് തന്ന ഒരു സാധനമാണ്. ഇതിപ്പോ വേണമെങ്കിൽ നമുക്ക് പൈസ നാണയങ്ങളൊക്കെ ഇട്ട് നാണയങ്ങളിട്ട് സൂക്ഷിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇടാറുണ്ടോ? ഇല്ലില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. അതൊക്കെ വന്ന പാട് ഞാൻ കണ്ടത് അശോകൻ ചേട്ടന്റെ, എനിക്കൊരു പഴയ അശോകൻ ചേട്ടനെ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതുണ്ട്. ഇത് ഞങ്ങളുടെ കല്യാണ സമയത്ത് എടുത്ത ഫോട്ടോ. അശോകൻ എന്റെ ഒരു അകന്ന ബന്ധു കൂടെ. അത് ഭയങ്കര സർപ്രൈസ് ആക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടല്ലേ? ചിലരങ്ങനൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോ നാട്ടിലും ഓരോ ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ആണല്ലോ സ്പെഷ്യൽ. ഇപ്പൊ കണ്ണൂർ വന്ന കണ്ണൂരിന്റെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ്. പിന്നെ ഈ കരുതാകപ്പള്ളിയിൽ ഇപ്പം ഉച്ചനേരമാണ്, നല്ല വിശപ്പുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് ഒരു സ്പെഷ്യൽ ഫുഡ് ഏതാണ്? അല്ല, നിങ്ങൾക്ക് ഇപ്പം ഊണൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കരുനാഗപ്പള്ളിയുടെ സംബന്ധിച്ചോളം ഉള്ളൊരു പ്രത്യേക ഫുഡ് എന്ന് പറഞ്ഞാൽ കരുനാഗപ്പള്ളിയിൽ മാത്രം ലഭിക്കുന്ന അയിലയുണ്ട്. ആ അയിലയാണ് നിങ്ങൾ ഉച്ചയ്ക്ക് ഇനിയിപ്പോ കഴിക്കാൻ പോകുന്നത്. അതാണ് സ്പെഷ്യൽ ഫുഡ് ഇവിടുത്തെ. ഈ മുളക് പൊടിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കോ അതോ കൃഷി നട്ട്? അല്ല, അങ്ങനെയാണ് ഞങ്ങൾ കരുനാഗപ്പള്ളിക്കാരെല്ലാം എല്ലാം സ്വന്തമായിട്ട് പിന്നെ എല്ലാം തയ്യാറാക്കിയാണ്. ലിവിംഗ് റൂമില് വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഒരു ചാരുകസേര. ഇത് ഭയങ്കര ഒരു റെയർ പീസ് ആണ്. ഇത് ചാരുകസേര ഇപ്പൊ ഷൂട്ടിലൊക്കെ പോയിട്ട് ബോഡി പെയിൻസ് ഒക്കെ വരുമ്പോൾ ഇവിടെ വന്ന് ആശ്വസിക്കാനുള്ള ഒരു സ്പേസ് ആണോ? അങ്ങനെ ബോഡി പെയിൻ വരണമെന്നില്ല, അല്ലാതെ നമുക്കൊന്ന് ഫ്രീ ആയിട്ടൊക്കെ ഒന്ന് ചാരിയിരിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യമാണ്. പണ്ട് പോലെ എൻ്റെ വീട്ടിൽ പഴയ അതെല്ലാം ഒടിഞ്ഞു പോയി. അകത്തെ മുറിയിലുണ്ട്. അച്ഛനൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന ചാരുകസേര അതുണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്കൊന്ന് സുഖമായിട്ടിരിക്കാൻ വേണ്ടി ഒരെണ്ണം വാങ്ങിച്ചതുള്ളൂ. ഇത് വലിയ പഴക്കമൊന്നുമില്ല, 3-4 വർഷമല്ല, ഇതെല്ലായിടും കിട്ടും. ഇനി ഇവിടെ വേറൊരു സ്പേസ് ഉണ്ട്. ഞാൻ വന്നപാടെ നോക്കിയ ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് ആര് കണ്ടാലും ഒരു നേരമെങ്കിലും അവിടെ നോക്കി നിൽക്കും. ഇതാണ് ആര് വന്നാലും കുറച്ചേരെങ്കിലും നോക്കി നിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയണത്. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്ത കല്ലുകള്, അരക്കാനൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളാണ് ഇവിടെ അലങ്കരിക്കാൻ വെച്ചിട്ടുള്ളത്. ഇത് ഇവിടെ പണ്ട് നമ്മുടെ എന്റെ കുഞ്ഞുനാളിൽ അതിനകത്ത് അരി ഉഴുന്ന് ആട്ടിയ ദോശ ഇടുന്നു. ഞാനും ഇത് ഒരുപാട് ആട്ടിയിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരല്ലേ, ഇതിനകത്തിട്ട് ഒലക്ക കൊണ്ട് ഇടിയും. പിന്നെ ഇതല്ല, ഇത് എന്റെ മോൻ ഒരു വേണം വന്ന് അവൻ തന്നെ എല്ലാം ഡിസൈൻ ചെയ്തതാണ്. അവനും അവന്റെ കൂട്ടുകാരും. വേണമെങ്കിൽ 2 വറുത്ത് തരാം. മക്കളാണോ ഇതൊക്കെ? അല്ലല്ല, അത് ഗപ്പികളാ. അപ്പൊ അതിനിടെ ഭാര്യ 2 കൊണ്ടിട്ട് അത് പെറ്റി വിരികി. ഇതാണ് നമ്മുടെ വേറൊരു ലിവിംഗ് സ്പേസിൽ. ഇതൊരു വാളും പരിചയൊക്കെ ഉണ്ടല്ലോ ചേട്ടാ. അത് ക്ലോക്ക് ആണ്. അത് കരുനാഗപ്പള്ളി മാത്രം കാണപ്പെടുന്ന ഇവിടെ കരുനാഗപ്പള്ളി മാത്രമുള്ള എന്തൊക്കെയുണ്ട് കാണപ്പെടുന്ന ഒരു ക്ലോക്കാണ്. അതിന്റെ കൊമ്പ് കണ്ടില്ലേ? ആൻഡ് എപ്പോഴും പൂജാമുറി ഉണ്ട്. ഭയങ്കര ഭക്തനാണോ? ഞാൻ നല്ല ഈശ്വര വിശ്വാസിയാണ്. അവിടെ ഒരു ഗണപതിനെ കണ്ടു. ഗണപതി വളരെ എനിക്ക് ഭയങ്കരമായ നമ്മുടെ ഒരു ഉപാസന മൂർത്തിയാണ്. അത് ആ ഗണപതിയുടെ ആ പടത്തിന് വേറെ പ്രത്യേകതയുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസുകൾ, തടി കഷ്ണങ്ങൾ അവിടെ പൊഴി ഉണ്ടാക്കിയിട്ട് ആ ഓരോ കളറിലെ അവിടെ പഞ്ച് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു, നമ്മൾ തൊട്ട് നോക്കിയാൽ അറിയാം. ഇത് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സൈഡിൽ. അതെല്ലാം ഓരോ കളറിലെ തടി കഷ്ണങ്ങള് അതിൽ പൊഴി ഉണ്ടാക്കി അതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവെ നമ്മൾ അഭിനയിച്ച സിനിമകളും സീരിയലും നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ ഒരു മടി ഉണ്ടാവുമല്ലോ. ശരി, കാണാറില്ല എന്ന് പറയാറുണ്ട്. അഭിനയിച്ച സിനിമകള് സ്വയം ഇരുന്ന് കാണാറില്ല. ഞാൻ കാണാറുണ്ട്. എനിക്കത് പലതും ഇഷ്ടപ്പെടാറില്ല. അല്ല, എന്നുള്ള അങ്ങനെ വലിയ കണക്കുകളിലൊന്നുമല്ല. എങ്കിൽ പോലും കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു, ഇത് അങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും.
ഈ ബന്ധുക്കൾ വിളിച്ച് കാണിക്കാറുണ്ടോ, നീ ഇരുന്ന് എന്റെ സീറ്റിൽ കാണുമെന്നൊക്കെ പറഞ്ഞിട്ട്? അല്ല, അങ്ങനെ വിളിക്കാൻ കാണും, എല്ലാവരും കാണും. കാണും. പിന്നെ എല്ലാവരും കാണുകയൊക്കെ ചെയ്യും. കാണുമ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ പറയുകയൊക്കെ ചെയ്യും. പിന്നെ അന്നൊന്നും ഇന്നത്തെ കാലത്തെ പോലെ മക്കളെ താങ്ങിയെടുത്തുകൊണ്ട് പോയി കലാതിലമാക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഒന്നും നമ്മുടെ ഒന്നും അച്ഛനും അമ്മയൊന്നും ഇല്ലായിരുന്നു. നമ്മളൊക്കെ എങ്ങനെയൊക്കെയോ ഇതിനകത്തുള്ളൊരു താല്പര്യം കൊണ്ട് എങ്ങനെയൊക്കെയോ അങ്ങ് പോയി. നമ്മളിപ്പോൾ എത്ര ഉയർന്ന നിലയിൽ നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു 4-5 വർഷം നമ്മൾ ഈ രംഗത്ത് നിൽക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളെ മറന്നുപോകും. ആൾക്കാർ മറന്നു പോകും. നമ്മളെക്കാട്ടിൽ കഴിവുള്ളവരെ ആയിരക്കണക്കിന് പേർ വെളിയിൽ നിൽപ്പുണ്ട്. ഇത് നമ്മുടെ പിന്നെ ഇലക്ട്രിക് സൈക്കിളാണ്. വിദേശങ്ങളിലൊക്കെ ഇത് മടക്കി വെക്കാം. മടക്കി നമുക്ക് കാറിൻ്റെ ഡിക്കിയിലൊക്കെ വെച്ചുകൊണ്ടാവും. ഞാൻ ഇടയ്ക്ക് മീൻ വാങ്ങിക്കാനോ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ പിന്നെ ആൾക്കാർ നോക്കും. ഇതൊക്കെ ജിമ്മിന്റെ പ്രോപ്പർട്ടി ഇവിടുന്ന് ചെയ്യാറുണ്ടോ എക്സസൈസ് ഒക്കെ? ഇതൊക്കെ സാധനമൊക്കെ വേറെ നടക്കുന്നൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനങ്ങളും അതേ ഞാൻ ഒരു കേടും പറ്റാതെ ഇത് വയറ് കുറയാൻ വേണ്ടി വാങ്ങിച്ചൊരു സാധനമായിരുന്നു. അതവിടെ ഇരിക്കുന്നു, എൻ്റെ വയറ് ഇവിടെ ഇരിക്കുന്നു. ഇത് ചേട്ടന്റെ കാറാണോ? ഇടക്കിടക്ക് ഇതുപോലെ ഓടിക്കാറുണ്ടോ? അല്ലല്ല, കാർ അത് എൻ്റെ കൊച്ചുമോന് ഞാൻ വാങ്ങിച്ചു കൊടുത്തിരുന്ന. അവൻ കാർ ഭയങ്കര ക്രേസാ. അവൻ ബാറ്ററി ചാർജ് ചെയ്യാവുന്ന കാറാ. കവിത നന്നായിട്ട് എഴുതല്ലോ, സ്പോട്ടിൽ കവിത. എനിക്ക് തട്ടിമുട്ടിയിലൊക്കെ സ്പോട്ടില് ചേട്ടൻ തന്നെയല്ലേ കവിതയൊക്കെ എഴുതി? ഞാൻ തന്നെ 2 വരി കവിത ഇപ്പൊ ഒരു സ്പോട്ടിൽ ഇപ്പത്തെ സിറ്റുവേഷനില് 2 വരി കവിത ഏതെങ്കിലും എഴുതിയിട്ടില്ലേ? ഞാൻ എഴുതിയൊരു തെലുങ്ക് കവിതയുണ്ട്. പിന്നെ തെലുങ്കിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ അവസാനം ബംഗാളി ഭാഷയിൽ ഒരെണ്ണം എഴുതിയായിരുന്നു. ഈ ഭാഷകളൊക്കെ അറിയോ? ഇതിന് വല്ലതും അറിയേണ്ട കാര്യമുണ്ട്? ഇത് വല്ലതും അറിഞ്ഞിട്ടാണോ മലയാള കവിതകൾ എഴുതുന്നത്? ഞാൻ എഴുതുന്നതൊന്നും അറിഞ്ഞിട്ടല്ല, വായി വരുന്ന എഴുതുക. ബംഗാളി കവിത എല്ലാ വരികളും ഇത് വായി വരുന്ന എഴുതുന്നതാണ്ട് ഇതൊന്നും ഓർത്തിരിക്കത്തില്ല. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. വേറെ പാട്ടിനോടൊക്കെ സാമ്യം തോന്നും, പക്ഷെ അതല്ല. മസരഗുണി തനു മസരഗുണി താനിരുചുനി മാനിരുചുനി സാമ്യം തോന്നുന്നില്ലേ? അങ്ങനെ വല്ലതും പറയും. അങ്ങനെ തെലുങ്കിൽ എഴുതിയ ഒരു കവിത, കോസല പ്രിഞ്ചകടേ ലോടക കോസല പ്രിഞ്ചകടേ. സംശയം തോന്നുന്നില്ലേ? ലഡു ലഡു മൃഞ്ചം തടുകുടു ത്രിഞ്ചം പടസിന സിഞ്ചം ലലലലലം കോസല പ്രിഞ്ചകടേ. ശരിക്കുള്ള പാട്ടിന്റെ വരി വരെ ഞങ്ങൾ മറന്നു. ഇനി ഇതായിരിക്കും പാടാ. മുറിയായിരുന്നു ഇത്. ഞാൻ നേരത്തെ ഓഫീസ് മുറിയായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു ഞാൻ സർവീസിലിരിക്കുന്ന സമയത്ത്. പിന്നെ അത് നമ്മളിതല്ലാതൊരു റൂമായിട്ട് മാറ്റി പിന്നീട്. ഈ ബെഡാണ് പറഞ്ഞത് കുറെ. അത് 150 വർഷത്തിനും 150-നൊക്കെ മുകളിൽ വരുന്ന കട്ടില. ഇതെന്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പൂപ്പൻ കിടന്നിരുന്ന. ഇതാരുടെയാ? അതെന്റെ പെണ്ണുപിള്ളയുടെ. പെണ്ണുപിള്ളയുടെ മാക്സിയാണ്. അതിപ്പോൾ അത് നമ്മൾ തേക്കാൻ വേണ്ടിയുള്ള സാധനമില്ലേ, നമ്മൾ തുണി തേക്കാൻ വേണ്ടി ഇങ്ങനെ പൊക്കി വെക്കുന്ന മേശയില്ലേ, അതിനകത്ത് പൊടി കയറണ്ടല്ലോ എന്ന് വിചാരിച്ച് അവളുടെ പഴയ ഒരു മാക്സി അതിനകത്ത് ഇട്ടതേ ഉള്ളൂ. അത് ഒരു പുരാവസ്തുവല്ല. ഇത് നമ്മുടെ എൻ്റെ ബെഡ്റൂമാണ്. ഇവിടെയാണ് മാക്സിമം എപ്പോഴും ഷൂട്ട് സമയത്ത്. ഇപ്പോഴാണ് കുറച്ചും കൂടി വീട്ടിൽ സ്പേസ്. അത് എപ്പോഴും ഷൂട്ട് ചെയ്യുന്ന നേരെ വീട്ടിലോട്ട് ഷൂട്ട് കഴിഞ്ഞാൽ വീട്ടിലേക്ക്. ഷൂട്ട് കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ നമുക്ക് റൂം തരുമല്ലോ, ഹോട്ടൽ റൂം തരും. അത്രയും ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകും. വീട്ടിൽ വന്ന് ഈ ക്ഷീണൊക്കെ മാറ്റി കുറേ ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്വന്തം റൂമിൽ കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. പിന്നെ കിട്ടാറുണ്ട്. അത് തീർച്ചയായിട്ടും കിട്ടാറുണ്ട്. പണ്ടത്തെ ടൈപ്പ് ഓഫ് ഷെൽഫ്. ഇത് കുറെ വർഷം പഴക്കമുള്ള, കുറെ വർഷങ്ങൾ പഴക്കമുള്ള സാധനങ്ങൾ എല്ലാം ഇവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടല്ലോ. എല്ലാം ഇപ്പം
കട്ടിലും അതുപോലെ സൂക്ഷിച്ചു വെക്കണോ? കട്ടില് അതുപോലെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിലേ. പഴയ സാധനങ്ങൾ, നല്ല പഴക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒരു വാച്ചുണ്ട്. എനിക്കൊരു അത് ലോക്കറിലിരിക്കുകയാണ്. അത് എൻ്റെ അമ്മയുടെ അമ്മയുടെ ചേച്ചിക്ക് പിന്നെ മഹാത്മാഗാന്ധി കൊടുത്താണ്. അത് റിസ്റ്റ് വാച്ചല്ല, അന്ന് കാലത്ത് തൂക്കി നടക്കുന്ന ഒരു അന്നത്തെ വാച്ച്. അത് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് എൻ്റെ പെങ്ങൾക്ക് കൊടുത്തു. പെങ്ങൾ എനിക്ക് തന്നു. അതിനിപ്പോ നമ്മുടെ പുകയായി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ കൊണ്ടുപോയിരിക്കും. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെയർ നേരെ ഇവിടുന്ന് നേരെ നമ്മുടെ വാതിലിൻ്റെ ഇങ്ങേ എൻഡില്ലേ അവിടെ വരെ സ്ട്രെയിറ്റ് ആയിരുന്നു. അപ്പം നമുക്ക് കുറേ ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സ്പേസ് കുറഞ്ഞു. അപ്പോൾ പിന്നെ അത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി. അപ്പം നമുക്ക് ആഹാരം കഴിക്കുന്ന ഏരിയയ്ക്ക് ഒരു ഇച്ചിരി സ്പേസ് കിട്ടി. ഇത് ഒരു ബെഡ്റൂം, പക്ഷേ ഇതൊന്നും ഉപയോഗമില്ലാതൊക്കെ കിടക്കുകയാണ്. താഴത്തെ നില മാത്രമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് എനിക്കുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട് വെക്കുകയാണെങ്കിൽ ഒറ്റ നിലയായിട്ട് വെക്കുക. അവിടെ 2 3 ബെഡ്റൂം ആക്കുക. മുകളത്തെ നില നമ്മൾ ഉപയോഗിക്കത്തില്ല. പിന്നെ ആരെങ്കിലും മക്കളൊക്കെ വല്ലതും വരികയാണെങ്കിൽ താമസിക്കാം. എല്ലാ റൂമിലും അലമാര വുഡാണ്. അത് നിർബന്ധം ഉണ്ടായിരുന്നു പണ്ട്. അവിടുന്ന് വുഡ് അലമാരകൾ കൊണ്ടുവന്നാണോ അതോ? അല്ല ഇത് രണ്ടാമത് ചെയ്ത. എനിക്ക് കുറെ വീട് വെച്ചപ്പോഴേ എനിക്ക് കുറച്ച് മരങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഈ പുരയിടത്തിൽ തന്നെ തേക്ക്, മഹാഗണി അങ്ങനെ മരങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വെട്ടി. അപ്പോൾ ഒരുപാട് വാങ്ങേണ്ടി വന്നില്ല. തടി അതിൽ നിന്ന് തന്നെ കിട്ടി. അതിൽ നിന്ന് തന്നെ എല്ലാത്തിനും ഉള്ള കിട്ടി. ഇത് മുകളിലത്തെ നിലയിലെ മറ്റൊരു ബെഡ്റൂമാണ്. അതൊക്കെ ഇച്ചിരി പഴക്കമുള്ള. അതിന് മറ്റേ റൂമിലിരിക്കുന്ന ആ അലമാരയും നല്ല പഴക്കമുള്ള. അതൊരു 100 വർഷം മുമ്പ് ആയ. അല്ല, ഇതെന്റെ അല്ല, നമ്മളിപ്പോൾ കണ്ട റൂമില്ല. അപ്പം ഇത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്തരം സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് മാറ്റി വേറെ ഒരെണ്ണം വെക്കണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇവിടെ കൊണ്ടുവെക്കും. അപ്പോൾ പിന്നെ ആരുമില്ല ഇവിടെ, വെറുതെ ഇട്ടേക്ക് ആരെങ്കിലും. ഞാൻ വരുമ്പോൾ കുറേ ഈ ചില്ല് കണ്ടോ, മിറർ വെച്ചത്. അത് കുറച്ച് കട്ടി കൂടിയതാണ്. ഒരുപാട് പ്രകാശം വരില്ല, എന്നാൽ പ്രകാശം വരും. അതന്ന് ഞാൻ ഈ വീട് വെക്കുന്ന സമയത്ത് ചെന്നൈയിൽ നിന്ന് എൻ്റെ ബ്രദറിലെ ചെന്നൈയിലായിരുന്നു. അല്ലേ, ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീട് പണി നടക്കുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുതന്ന ഇത് വേറെ 1-2 ഭാഗങ്ങളിൽ ഇതുപോലെ. ഇത് നല്ല കട്ടി. അന്ന് ഇവിടെ ഒന്നും ഇത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ്, ഈ കാണുന്നതാണ് എൻ്റെ എയർപോർട്ട്. ഇവിടുന്നാണ് ഞാൻ ഹെലികോപ്റ്ററിലൊക്കെ കയറി. ഹെലിപ്പാഡാണ് ഞാൻ. പിന്നെ ഇവിടുന്നാണ് ഞാൻ എറണാകുളത്തിനൊക്കെ ഹെലിപ്പാഡ്. സ്വന്തമായിട്ട് അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവുന്ന വലിയ കാര്യം. റിച്ച് ആണല്ലേ ഇതൊക്കെ. ഇത് ഫുൾ ഇവിടുത്തെ സ്ഥലമല്ലേ? സപ്പോട്ട നന്നായിട്ട് ഇത്തവണ ഒരുപാട് പിടിച്ച. പക്ഷെ നമുക്കതിനകത്ത് വലിയ പ്രയോജനമില്ല. എല്ലാം വാവലുകളുടെ അവരുടെ ഒരു അവകാശമാണ്. അത് കടിച്ചു കണ്ട താഴേക്ക് ഇട്ടേക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ കുറെയൊക്കെ പറിച്ചു വെച്ച് പഴുത്ത് കിട്ടിയാൽ കിട്ടി, അത്രേ പറയാനുള്ളൂ. ഇവിടെ കുറേ മാവുണ്ട്, വെറൈറ്റി ഓഫ് മാവുണ്ട്. എന്തൊക്കെയുണ്ട് മാവ്? ഇത് നീലം മാങ്ങയാണ്. പക്ഷെ ഇത്തിള് കയറിയിട്ടേ, ഇത്തിള് കണ്ടില്ലേ? ഇത്തിള് കയറിയിട്ട് ഇപ്പം വലിയ പിടുത്തമില്ല. ഈ വർഷമൊക്കെ അതാണ്ട് ചെറുതായിട്ട് പൂത്തിട്ടുള്ളൂ. ഇനിയിപ്പോ ഇത്തിള് എല്ലാം വെട്ടിക്കളഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഞാൻ കൊറേ മാവ് കണ്ടു. ഒരു വർഷം ഒരുപാട് മാങ്ങ കിട്ടില്ല. ഇപ്പം മാങ്ങയുടെ ബിസിനസ് അങ്ങനെ എന്തെങ്കിലും? അതെ, ഞാനേ ഇപ്പൊ അമേരിക്ക, പിന്നെ സൗത്ത് ആഫ്രിക്ക, UK അതുപോലെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള കയറ്റുമതിക്ക് വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഇവിടുത്തെ മാവിൽ നിന്നെല്ലാം കൂടെ മൊത്തത്തിൽ പഴുത്ത് കിടക്കുന്ന വിളഞ്ഞു കിട്ടുന്ന ആ പാട് 1500 രൂപയോ, വിൽക്കുകയാണെങ്കിൽ 1500 2000 രൂപ കിട്ടത്തുള്ളൂ. പക്ഷേ ഇനി എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടോ? ഞാൻ ഇത്തവണ പല കൃഷികളും ശ്രമിച്ച് ദയനീയമായി പരാജയപ്പെട്ട ശേഷം ഇത്തവണ ഞാൻ കുറച്ച് എള്ള് കൃഷി ചെയ്താൽ എന്താന്ന്. എള്ള്. അപ്പം അങ്ങനെ അതാണ്ട് നമ്മുടെ പുഷ്പരായനാണ് നമ്മുടെ
എള്ള് കൃഷിയെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എള്ള് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഇവിടെ അപ്പൊ ശ്രദ്ധിച്ച് കാണിക്കാവോ? കാണിക്കാം. പണ്ട് എൻ്റെ കുടുംബത്തിന് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പഠിച്ച നെൽകൃഷി നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല മഴക്കാറ് പിടിച്ചിട്ടുണ്ട്. ഈ തട്ടിമുട്ടിയിൽ നസീർക്കിന് കൂടെ ഒരു പെഗ്ഗൊക്കെ അടിക്കുന്ന ഒരു ഡയലോഗ് ഭയങ്കര വൈറലായിരുന്നു. അത് സോഷ്യൽ മീഡിയ കുറെ അത് ഈ മഴ വരുന്ന സമയത്ത് അത് ആരെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്ത് നേരിയ മഴയും ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഒരു ഫുൾ എടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് പറഞ്ഞുണ്ടാക്കി എടുത്ത ഒരു സാധനം. അത് സ്പോട്ടിൽ പറഞ്ഞുണ്ടാക്കി എടുത്ത സാധനം. അല്ലാതെ അത് തിരക്കഥയിൽ ഒന്നും ഉള്ളതല്ല. സത്യം പറഞ്ഞാൽ ഈ ലൈവും കൂടി ആവുമ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ ഇടുമല്ലോ. നമ്മുടെ കോൺട്രിബ്യൂഷൻ അല്ലേ, നല്ലൊരു ശതമാനം നമ്മുടെ കോൺട്രിബ്യൂഷൻ. മഴക്കാരുണ്ട്, അപ്പം നമ്മുടെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? എന്താ വൈകിട്ട് എന്താ പരിപാടി? അല്ല, അത് കരുനാഗപ്പള്ളിക്കാരെ അങ്ങനെ കരുനാഗപ്പള്ളിയില് ഏറ്റവും കൂടുതൽ മദ്യം വിൽപ്പനയാകുന്നുണ്ട്. അതിങ്ങനെ ചാലക്കുടിയും കരുനാഗപ്പള്ളിയും തമ്മിലുള്ള മത്സരമാണ്. പക്ഷെ കരുനാഗപ്പള്ളിക്കാർ കഴിക്കാറില്ല. കരുനാഗപ്പള്ളിയിൽ ഇറങ്ങി അന്യദേശക്കാർ ഇത് വാങ്ങിച്ചോണ്ട് പോവാ. അങ്ങനെയാണ് ഈ കച്ചവടം കരുനാഗപ്പള്ളി കൂടുന്നത്. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. ലൈവായിട്ട് ആദ്യമായിട്ട് പപ്പടം വറുത്തിട്ടുണ്ടോ? പപ്പടം നമുക്ക് വറക്കാമല്ലോ. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോസസ് നമുക്ക് പറയാം. എനിക്ക് പപ്പടം വറക്കാൻ അറിഞ്ഞൂടാ. അതിന്റെ ഒരു റെസിപ്പി എനിക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ട് നമ്മള് ഇത് വറക്കുന്ന പാത്രം വെക്കുക, അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുക, എന്നിട്ട് ലൈറ്റല്ല അതിനകത്ത് തീ കത്തിച്ച ശേഷം ഈ പപ്പടം ഇങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ അത് ഇതിനകത്ത് ചെറിയ ജീവികൾ കാണും. അത് പോകാൻ വേണ്ടി അത് കുടഞ്ഞ് പോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ വേണ്ട സൈഡിൽ കൂടി ഇങ്ങനെ വീണില്ല, അങ്ങനെ ഇടണം. ഉണ്ടോ? ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ പപ്പടം കുത്തിയുണ്ട് അതിനെ വേണ്ട ഇങ്ങനോട്ട് ഇങ്ങനെ മറിച്ചിടുക. ഒരുപാട് മൂത്ത് പോകരുത്. അപ്പോഴേ നമ്മൾ അവനെ കുത്തി എടുക്കുക. എടുത്തിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ ഇടുക. വേറെ പിന്നെ ഇനി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസം. എൻ്റെ ഒരു പുതിയ വ്യാവസായിക സംരംഭമാണ് കൃഷി. ഇവിടെ എത്രാമത്തെ കൃഷിയാണ്? ഇവിടെ എള്ള് കൃഷിയാണ് ഈ ചെയ്യാൻ പോകുന്നത്. എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്കറിയാൻ വയ്യ. ഇതാണ് പുഷ്പരായന്. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന പുഷ്പരായനാണ്. ഒരു കൃഷി വിദഗ്ധനും കൂടിയാണ്. അപ്പം പുതിയ തലമുറയ്ക്കൊന്നും നമ്മുടെ ഈ എള്ള് കൃഷിയെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. പുഷ്പരായൻ പണ്ടും ഈ കൃഷികളൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ അതുകൊണ്ട് പുഷ്പരായൻ്റെ നോഹവും കൂടെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നു. ഇത് മിക്കവാറും പുൽകൃഷി, നേരത്തെ തീറ്റപ്പുൽ കൃഷിയായിരുന്നു, അത് പൊളിഞ്ഞു പോയി. എൻ്റെ 35,000 രൂപ പോയി. ഇതിലെന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സക്സസ് ആയില്ലെങ്കിൽ വേറെ പ്ലാൻ ബി അങ്ങനെയുണ്ടോ? അങ്ങനെ ഒരു എനിക്ക് യാതൊരു മുൻകൂർ കണക്കൂട്ടലും ഇല്ല അല്ലേ? തീറ്റപ്പുൽ കൃഷിയുടെ പിന്നെ ഇത് ആ കൃഷി പൊട്ടിപ്പോയപ്പോഴത്തേക്ക് നമ്മുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഇവിടെയാണ് നമ്മൾ ആടിനൊക്കെ അതാ പണ്ട് ആട് കൃഷി ഉണ്ടായിരുന്നു. ആട് എന്നെ ഇട്ടിരുന്ന കൂടാത് കുടംപുളിയുണ്ട്. കുടംപുളിയുടെ മരമാണ്.